കണ്ടന്റ് ക്ഷമം കാരണം കുറേ നാളായി ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു കണ്ടന്റ് ഒന്ന് മാറ്റി നോക്കാം. എന്തായാലും ഇപ്പോൾ ഫുൾ ടൈം ക്രാഫ്റ്റ് അല്ലേ ചെയ്യണം, അപ്പോൾ അതന്നെ ഒരു കണ്ടന്റ് ആക്കി വെക്കാം. തുടക്കത്തെ കുറേ മിസ്റ്റേക്കുകളുണ്ടാവും, പയ്യെ പയ്യെ ശരിയാക്കി വെക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേബിളിൽ അല്ലെങ്കിൽ വോളിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിമാണ്. അതിന് ഞാനിപ്പോൾ A4 സൈസ് പേപ്പർ എടുത്ത് അതിനകത്ത് മെഷർമെൻ്റ് ഒക്കെ വരച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക പേപ്പർ കട്ടറും കൊണ്ട്. അതിനുശേഷം ഉള്ളിലേക്ക് മടക്കുക, അത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലും ക്രാഫ്റ്റ് വീഡിയോസ് ആയിരിക്കുള്ളൂ വരിക. കൂടുതലും സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ആയിരിക്കും, സിമ്പിൾ ഡെക്കോർ ആ ഒരു ടൈപ്പ് ക്രാഫ്റ്റ് ആയിരിക്കുള്ളൂ കൂടുതലും ഉണ്ടാവുക. ഇനി നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പേപ്പർ വരുമല്ലോ, നമ്മൾ ഫുൾ A4 അല്ലേ എടുത്തത്, അതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് വരുന്ന പേപ്പർ നമ്മൾ സർക്കിളായിട്ട് കട്ട് ചെയ്യാം. സർക്കിൾ ഒരു 6 എണ്ണം കട്ട് ചെയ്യുക. അതിനുശേഷം സർക്കിളിൻ്റെ പകുതി ഭാഗം ഹാഫ് സെമി സർക്കിൾ ഉണ്ടാവുമല്ലോ, ആ സെമി സർക്കിൾ നമുക്ക് വേണ്ട കളർ, യെല്ലോ വേണമെങ്കിൽ യെല്ലോ, ഏത് കളറാണോ ആ കളർ നമുക്ക് അടിച്ചു കൊടുക്കുക. രണ്ട് സൈഡും അടിച്ചു. ഞാനിപ്പോൾ ആൽക്കഹോളിക് മാർക്കർ വെച്ചിട്ടാണ് വരച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് നമുക്ക് ഓരോ പെറ്റൽസ് ആയിട്ട് കിട്ടും. ഈ പെറ്റൽസ് എല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്യണം. ഒരു 3 എണ്ണം വെച്ചിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു കോർണറിലും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫ്ലവറിൻ്റെ കാൽഭാഗമായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ആ ഫ്രെയിമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 കോർണറിലും ഒട്ടിച്ചു കൊടുക്കുക. ഫ്ലവറിൻ്റെ ഭാഗം ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 കോർണർ ബാക്കിയായിട്ട് കിട്ടും. ആ ബാക്കി കോർണറിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ കീറുക. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ന്യൂസ് പേപ്പർ 2 സൈഡ് കട്ട് ചെയ്തെടുക്കുക, ബാക്കി ഒരു സൈഡ് കൈ കൊണ്ട് കീറി കൊടുക്കുക. അതിനുശേഷം ഫെവിക്കോൾ വെച്ച് 2 സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സെൻറ്ററിൽ വേണ്ടത് നമ്മുടെ ബെസ്റ്റ് ഓഫ് ലക്ക്. അതിന് വേണ്ടിയിട്ട് ബ്രൗൺ കളർ പേപ്പർ എടുക്കുക. അതിനകത്ത് ബെസ്റ്റ് ഓഫ് ലക്ക് നെയ്താൽ ഡാർക്ക് ആക്കാം, ലൈറ്റ് ആക്കാം. അതിനുശേഷം അതിൻ്റെ എഡ്ജ് ഫുള്ള് നമ്മൾ കീറിയിട്ട് അതിൻ്റെ എഡ്ജ് ഫുള്ള് ഒരു ലൈറ്റർ കൊണ്ടൊന്ന് കരിച്ചു കൊടുക്കുക. ഇത്തിരി പൊന്തി വെക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ വോൾ ഡെക്കോർ അല്ലെങ്കിൽ ഫ്രെയിം റെഡിയായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഇനി നല്ല ക്രാഫ്റ്റ് വീഡിയോസ് ഇതിനകത്ത് വരും.